ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ദിവസം നമ്മൾ ഉടുപ്പിയിലെത്തിയിരിക്കുകയാണ്. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലത്തെ കവാടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ അടുത്തായിരുന്നു ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ തന്നെ ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ കുറേ റൂംസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളത് മാറി ഇച്ചിരി ദൂരെ എടുത്തത്. അവിടെ വരുന്നവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുകയാണ്. അകത്തേക്ക് കിടക്കുമ്പോൾ ഇടത് സൈഡിലായിട്ട് നമുക്ക് ഇതേ കണക്ക് കുറേ കച്ചവടക്കാരുണ്ട്. നമ്മൾ ആ കച്ചവടക്കാരൊക്കെ കഴിഞ്ഞ് പാസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടം. അങ്ങനെ നമ്മൾ അമ്പലത്തിന് അകത്തേക്ക് കിടക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ ഇഷ്ടം പോലെ വിഗ്രഹങ്ങൾ കാണാം. റൈറ്റ് സൈഡിൽ മാത്രമല്ല, അമ്പലത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇറങ്ങിയിട്ട് ഇടത് സൈഡിലും ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ആ അമ്പലത്തിനകത്തുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇഷ്ടം പോലെ നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല, അമ്മാതിരി ഒരുപാട് വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് റേറ്റ് കുറവാണ്. നമ്മളങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്യൂവിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നു. ഇത് നമ്മൾ ജനറൽ ക്യൂ ആണ്. നിങ്ങൾ നേരെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് അങ്ങ് നീണ്ട് കിടക്കുന്നത് കണ്ടോ, അതാണ് നമ്മുടെ ജനറൽ ക്യൂ. അപ്പം എന്താ പറയുക, നമ്മൾ അത്രയും സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്ക് 200 രൂപ രീതിയിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് വേറെ ഒരു ബൈ റൂട്ടിൽ കൂടെ കയറി നമ്മൾ പോകുമ്പോൾ ഒരു കാഴ്ചയാണിത്. നമ്മളവിടെ ഇതിൻ്റെ തേര് വെച്ചേക്കുന്നത് കണ്ടു. അവിടുന്ന് നമ്മൾ അമ്പലത്തിനകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി. അമ്പലത്തിനകത്തുള്ള കാഴ്ചകൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. അവിടെ തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു സംഗീത മണ്ഡപമുണ്ട്. അവിടെ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ വന്ന വഴിയിൽ തന്നെ തിരിച്ചെത്തി. അവർക്ക് അവിടെ പ്രത്യേകിച്ചൊരു ഗോശാല തന്നെ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ പശുക്കളും കാളകളും എല്ലാം ഉണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഗണപതി ഹോമങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അവിടുന്ന് നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് ലഡ്ഡു വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പശുവിൻ്റെ ചാണകം വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവരവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിലേക്കാണ് നമ്മൾ പോയത്.